അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറി ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെത്തി. ലോറിയുടെ ക്യാബിനിൽ ഒരു മൃതദേഹവുമുണ്ട്. ഇത് ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കാണാതായി 71 ദിവസത്തിനു ശേഷമാണ് ലോറിയുമൊപ്പം ഒരു മൃതദേഹവും പുഴയിൽ നിന്ന് ദൌത്യ സംഘം കണ്ടെടുത്തിരിക്കുന്നത്. മൃതദേഹം DNA പരിശോധനയ്ക്കയക്കും. ലൈംഗിക പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിന് അറസ്റ്റ്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി. രാവിലെ 10 മണിയോടെ കൊച്ചി തീരദേശ പോലീസ് ആസ്ഥാനത്താണ് ഇടവേള ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. DGPയോട് അന്വേഷിക്കാനാണ് ഉത്തരവ്. കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ച് 20 ദിവസം കഴിഞ്ഞാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആഴ്ചകളായി രാഷ്ട്രീയ കേരളത്തെ ഇളക്കിമറിക്കുന്ന ADGP RSS കൂടിക്കാഴ്ചയിലാണ് ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ തുടർന്ന് നിലമ്പൂർ MLA PV അൻവർ അദ്ദേഹത്തെ സർവീസിൽ നിന്നും പുറത്താക്കണം, സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. എന്നാൽ കുപ്രസിദ്ധനായ കുറ്റവാളിയാണ് അജിത് കുമാർ. പോലീസ് സേനയ്ക്ക് പറ്റുന്ന വ്യക്തിയല്ല അദ്ദേഹം. അത് ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്ത് സംസ്ഥാന സർക്കാർ. സുപ്രീം കോടതിയിലാണ് ഓൺലൈനായി സർക്കാർ ഹർജി നൽകിയത്. സർക്കാരിനെ കേൾക്കാതെ സിദ്ദീഖിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കരുതെന്ന ആവശ്യം. സിദ്ദീഖ് ജാമ്യം തേടി ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് സർക്കാർ നീക്കം. PV അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന തീരുമാനങ്ങളുമായി CPM. നിലമ്പൂർ ഇടത് MLA കൂടിയായ PV അൻവർ ഉന്നയിച്ച പരാതികളിൽ P ശശിക്കെതിരെ പാർട്ടി അന്വേഷണം വേണ്ടെന്നാണ് തീരുമാനം. ADGP MR അജിത് കുമാറിനെ തിരക്കിട്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. എല്ലാ തരത്തിലുമുള്ള അന്വേഷണം റിപ്പോർട്ടുകളും അവസാനിച്ച ശേഷം നടപടിയെടുക്കാനാണ് തീരുമാനം. തൃശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന് ആവർത്തിച്ച CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ. പൂരം അലങ്കോലമായത് രാഷ്ട്രീയമായി ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കണമെന്നും പൂരം കലക്കിയത് ആരെന്ന് ജനത്തിന് അറിയണമെന്നും സുനിൽകുമാർ പറഞ്ഞു. കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാമർശങ്ങൾ നടത്തി വീണ്ടും വിവാദത്തിലായ BJP MPയും നടിയുമായ കങ്കണ റണൌട്ട് പ്രസ്താവന പിൻവലിച്ചു. സർക്കാർ പിൻവലിച്ച കാർഷിക ബില്ലുകൾ തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സ്വന്തം മണ്ഡലത്തിൽ നടന്ന ചടങ്ങിൽ കങ്കണ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെ കങ്കണ ആദ്യം അത് തന്റെ വ്യക്തിപരമായ വീക്ഷണമാണെന്നറിയിക്കുകയും പിന്നീട് പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.